ഹേ ഗായ്സ്, ഞാനിപ്പോൾ ഓൾ ഇന്ത്യ ഹിച്ചേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മാംഗ്ലൂരേക്ക് പോവാണ്. ഇവിടുന്ന് മുംബൈയിലേക്കോ അങ്ങോട്ടേക്കോ പോകാനാണ് പ്ലാൻ. പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ല. ചിലപ്പോൾ വണ്ടി കിട്ടുന്നതിനനുസരിച്ച് പ്ലാനൊക്കെ ചേഞ്ച് ആവും. ഇപ്പോൾ കുറേ നേരമായി നടക്കുന്നത്, ഏകദേശം 1 മണിക്കൂറോളമായി നടക്കുന്നത്. ഒരു വണ്ടിയും കിട്ടുന്നില്ല. ലോങ് റൈഡൊന്നും കിട്ടുന്നില്ല, അതാണ് വിഷയം. ഇനി എന്തായാലും ലോങ് റൈഡ് തന്നെ നോക്കുന്നുണ്ട്. ഡയറക്റ്റ് മാംഗ്ലൂരേക്കുള്ള വണ്ടി കിട്ടിയ രക്ഷപ്പെട്ടു. കുറച്ച് റോഡ് ഫ്രീ ആയിട്ടുള്ളത്, അതുകൊണ്ട് ഇവിടുന്ന് ലിഫ്റ്റ് കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. ഹെൽമെറ്റ് ഉണ്ടോ നിങ്ങൾ? നിങ്ങൾ 2 ക്ലിപ്പ് കണ്ടിട്ടുണ്ടാവും. കാരണം ഇത് കേരളത്തിൽ കൂടെ നമ്മൾ ഇച്ചേക്ക് ചെയ്ത ഒരു ചങ്ങായി ഇത് ഇപ്പോൾ എൻ്റെ കയ്യിൽ വെച്ച് ആവശ്യം വരുന്നു പറഞ്ഞ് തന്നതാണ്. ഇത് കാരണം കുറച്ചൊക്കെ ലിഫ്റ്റ് കിട്ടി. പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് ഈ ഹെൽമെറ്റിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ നോക്കട്ടെ, ചിലപ്പോൾ ഞാനിത് കളയും. പ്രാവശ്യം നടത്തിയ ട്രിപ്പ് പോലെയല്ല, ബാഗ് മുടിഞ്ഞ വെയിറ്റാണ്. ഫുഡ് ഐറ്റംസ് ഒന്നും കാര്യമായിട്ട് വെച്ചിട്ടില്ല, എല്ലാം തന്നെ ഇത്രയും വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഫുഡ് ഐറ്റംസും കൂടി ആയാൽ നല്ല വെയിറ്റ് ആയിരിക്കും. ഇപ്പോൾ കുറേ ഡ്രസ്സെല്ലാം ചാടിക്കളയേണ്ടി വരും. യൂസ് ആൻഡ് ത്രോ ആയിട്ട് ഈ ഷർട്ടിൽ അധികം ഞാൻ ചാടാൻ സാധ്യതയുണ്ട്. കാരണം വൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള യാത്ര ചെയ്യുമ്പോൾ ഉച്ചയ്ക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. കുറേയൊക്കെ കളയേണ്ടി വരും. പിന്നെ വെയിറ്റ് കുറഞ്ഞ ഡ്രസ്സ് കൂടുതൽ കരുതാൻ ശ്രമിക്കുക. ഇപ്പം കാസർഗോഡ് തന്നെയാണ് ഉള്ളത്, മാംഗ്ലൂരിലേക്ക് പോകുന്ന റൂട്ടിലാണുള്ളത്. ഇവിടുന്ന് അങ്ങോട്ട് മൊത്തം ടൗൺ തന്നെയാണ്. ഏകദേശം മാംഗ്ലൂരൊക്കെ കഴിഞ്ഞ് ഇനി ഗുണ്ടൽപേട്ടൊക്കെ എത്തിയാലേ നമുക്ക് കുറച്ച് കൃഷിയൊക്കെ കാണാൻ പറ്റുള്ളൂ. പാടങ്ങളൊക്കെ കാണണമെങ്കിൽ അങ്ങോട്ടേക്ക് പോകണം. അതിലേക്കൊരു ബീച്ച് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. ഏതൊരു ബീച്ചുണ്ട് ഹൈവേ സൈഡിൽ തന്നെ. കുറച്ച് ദൂരം മൂപ്പറുണ്ടാവും. ഞാനിപ്പോൾ ഒസങ്കണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. നല്ല വെയിലാട്ടോ, കുറച്ച് നടക്കേണ്ടി വരും തോന്നുന്നു. ഇങ്ങനത്തെ റോട്ടിൽ നിന്ന് കുറച്ച് ലിഫ്റ്റ് കിട്ടാൻ കുറച്ച് പാടാണ്. കാരണം വണ്ടികൾക്ക് നിർത്താൻ സ്ഥലമില്ലല്ലോ. വിജനമായ റോഡ്, 1-2 വണ്ടി വരുന്നു, അതാണ് നിർത്തുന്നില്ല. വെയിലൊക്കെ കൊണ്ട് നടന്ന് നല്ലപോലെ എൻജോയ് ചെയ്യാണ്. ബോർഡറിലെത്തിയിരിക്കുകയാണ്. അവൻ്റെ പേരെന്താണ്? എൻ്റെ പേര് അക്ഷയ് കുമാർ. അക്ഷയ് കുമാർ, ഓക്കെ. എവിടെ വർക്ക് ചെയ്യുന്നത്? മാംഗ്ലൂരാണ്. ഓക്കെ, ഹെൽത്ത് കെയർ. ഇങ്ങോട്ടേക്കും ബാംഗ്ലൂർ റൂട്ട് കാണാം. പേര് ഒന്നുകൂടി പറയാമോ? പേരെൻ്റെ പേര് അക്ഷയ് കുമാറാണ്. വി കെയറിലാണ്. മാംഗ്ലൂർ വി കെയർ പറഞ്ഞാൽ ഫേമസാണ്. 3 ബ്രാഞ്ച് ഉണ്ട് നമ്മളുടെ. ഹെഡ് ഓഫീസ് മാംഗ്ലൂരിലാണ്, നന്ദിഗുഡെ. ബാക്കി 2 ബ്രാഞ്ച് ഉണ്ട്, മൈസൂർ പിന്നെ ഉടുപ്പി. നമ്മളിപ്പോൾ കർണാടകയിൽ എത്തിയിരിക്കുകയാണ്. ഫസ്റ്റ് സ്റ്റേറ്റ് ആണ്. ഞാനിപ്പോൾ ഉടുപ്പി സൈഡിലേക്ക് പോകാനാണ് പ്ലാൻ. ചോദിക്കാതെ തന്നെ പോയിരുന്നോന്ന് ചോദിച്ചിട്ട് കയറ്റിയതാണ്. അവൻ്റെ പേര് അജയ്. ഹലോ, ഓക്കെ. ഇവരാണ് ലിഫ്റ്റ് തന്നത്. ഒരുപാട് സന്തോഷം. എന്തായാലും നമ്മൾ കർണാടക ബോർഡറിൽ എത്തിയ ഉടനെ ഒരു വൈബ് തോന്നുന്നുണ്ട്. ഇനി അങ്ങോട്ടേക്ക് സെറ്റാവുമെന്ന് വിചാരിക്കും. उडुपी रोड। हाँ उडुपी जाते हम 3 वर्ष काम किया कोलिकोड और स्टेडियम है ना फुटबॉल। हाँ सर्कल नाम क्या है? स्टेडियम है ना वो जंक्शन में बस स्टैंड के पास थोड़ा पीछे आएंगे स्टेडियम। आप इधर का? हाँ इधर ही। आप क्यों रुक दिया, क्यों लिफ्ट दे दिया? मैं वो इतना बड़ा बैग लेके उधर तक वो
कोഴിക്കോട് नाथापुरम जिम आएगा मैं पूरा इंडिया घूमने के लिए लिफ्ट करके घूमता है ഇവരെന്തായാലും അവിടെ വരെ ഉണ്ട് അവിടെ നമുക്ക് അടുത്ത വണ്ടി കിട്ടുമോ നോക്കാം എന്തായാലും ഒരു പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം ഇങ്ങോട്ട് വന്ന് നിർത്തിയിട്ട് കാറ്റിയത് അതിൽ ഒരുപാട് സന്തോഷം അങ്ങനെ ഞാനിവിടെ ഇറങ്ങിയിട്ടുണ്ട് ഇനി അടുത്ത ലിഫ്റ്റ് നോക്കണം ഹൈവേ ആണ് എന്ന് പറഞ്ഞൊരു ചെറിയൊരു സിറ്റിയിലെത്തിയിട്ടുള്ളത് ഒക്കനാടു ദേവി ടെമ്പിൾ ശ്രീ ദുർഗാണ്ടേശ്വരി ടെമ്പിൾ ബപ്പനാട് എന്ന് പറഞ്ഞൊരു ഫേമസ് ടെമ്പിളാണ് അതെന്നാണ് പറഞ്ഞത് അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ടോൾ ഗേറ്റ് ആണിത് ഉടുപ്പി ടോൾവേ പ്രൈവറ്റ് ലിമിറ്റഡ് നയമുക ടോൾ ഗേറ്റിൻ്റെ അപ്പുറത്തെ സൈഡ് മൊത്തം ബീച്ചാന്നാ പറഞ്ഞത് നമ്മൾ പടുബിന്ദ്രി എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തിയിട്ടാണുള്ളത് ഇവിടം വരെ നമുക്ക് ഈ ലോറിയുള്ളൂ നമ്മൾ അടുത്തൊരു വണ്ടി പിടിക്കണം ലെറ്റ്സ് സീ അടുത്തത് ആരെ കിട്ടുമോ നോക്കാം കുറേ കിലോമീറ്റർ ഇപ്പോൾ ഈ വണ്ടി തന്നെയായിരുന്നു വന്നത് ഒരു നല്ലൊരു കമ്പനിയായിരുന്നു നമുക്ക് ഇങ്ങോട്ടാണ് പോകേണ്ടത് ഇങ്ങോട്ടേക്കാണ് ഈ വണ്ടി പോകുന്നത് അപ്പോൾ നമുക്കൊരു വേറൊരു വണ്ടി എടുക്കാൻ പോവാണ് ഇവിടുന്ന് വേറൊരു വണ്ടി എടുത്തിട്ട് തിരിച്ചു പോകാറ്റും ചെയ്യാണ് നമ്മളെന്തായാലും അങ്ങോട്ട് പോയിട്ട് ഇനി ലിഫ്റ്റ് അടിക്കാം താങ്ക് യു സോ മച്ച് ലോറിയിൽ വന്നിട്ടാണ് ഏകദേശം ലോറിയിൽ വന്നിട്ടാണല്ലോ വിശന്നിട്ട് കൊടലിൽ കരിയുന്നത് അപ്പോൾ എന്തായാലും ഇവിടുന്ന് ചോറ് 50 രൂപക്ക് ചോറും പിന്നെ ഇത് ചിക്കു ജ്യൂസാണ് ഇത് 15 രൂപ ഇങ്ങനത്തെ ലൈമുണ്ട് പിന്നെ മിൽക്ക് ഉണ്ട് 5 രൂപയുടെ ജ്യൂസും 50 രൂപയുടെ ചോറും ഇവിടുന്ന് അങ്ങോട്ടേക്കാണ് ഉടുപ്പി ഇത് ചിക്കു അല്ലല്ലോ നമുക്ക് പറ്റൂല ഇതെന്തോ പൊട്ടിച്ച് വയ്ക്കണം ആഹാ നല്ല മീൻ കറിയും അച്ചാറും ചമ്മന്തിയും എല്ലാം ഉണ്ട് അടിപൊളി ഫുഡ് അടിപൊളി കേട്ടാ ചമ്മന്തിയെല്ലാം വേറെ ലെവല് ഫുഡ് മോശമില്ല ഓ ഫിനിഷ്ഡ് ഈ സാധനം വായിലൊക്കാൻ പറ്റുന്നില്ല ലെറ്റ്സ് ഗോ ടു ദ ഹൈവേ ആൻഡ് ലിഫ്റ്റ് വേറെ നേരം ഇനി നേരെ ഹൈവേ പോവാൻ ലിഫ്റ്റ് അടിക്കാം നല്ല വെയിൽ ഏതെങ്കിലും ലോറി കിട്ടുമെന്നുള്ള നോക്കണം കുറച്ച് നേരം നടക്കും നല്ല വെയിലാണ് ഇനി കുറച്ച് ലിഫ്റ്റ് കിട്ടുമോ നോക്കാം ലാസ്റ്റ് ഒരു ലിഫ്റ്റ് കിട്ടി പെട്ടെന്ന് തന്നെ കിട്ടി അധികം നേരം നിൽക്കേണ്ടി വന്നില്ല അപ്പോൾ നാം മഞ്ജുനാഥ് ഉപ്പര് ഇവിടെയുള്ള തന്നെയാണ് കർണാടകത്തിലുള്ള ആൾ തന്നെയാണ് താങ്ക് യു സോ മച്ച് ഭയ്യ आप किधर जा रहे हैं मैं हुबली जा रहा हूँ यूपी हुबली उत्तर प्रदेश नहीं हुबली हुबली ഓക്കെ ഹുബ്ബള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോവാണ് നോക്കാം എടുത്തപ്പോൾ ഉണ്ടാവുന്ന അറിയില്ല ഞാൻ ഈ മാപ്പൊന്നും നോക്കില്ലേ നല്ല വലിയ വണ്ടി കേട്ടോ ഇവിടുന്ന് റോഡ് കാണാൻ നല്ല രസമുണ്ട് ഹൈറ്റിലാണ് ഉള്ളത് നല്ല വ്യൂ ഉണ്ട് കേട്ടോ ഇവിടുന്ന് മൂപ്പർ താഴെ ഇരിക്കുന്നത് ഞാൻ മുകളിൽ എന്തായാലും കൊള്ളാം ഗാഡി ബഹുത്ത് അച്ഛാ അങ്ങനെ ഈ യാത്രയിൽ ആദ്യത്തെ ഒരു ടാങ്കർ ലോറിയിലാണ് നമ്മൾ കയറിയിരിക്കുന്നത് അടിപൊളി കേട്ടോ
है क्या? नहीं दूसरा काम है. എന്തെങ്കിലും മാറ്റം വരുത്തുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ കമൻ്റ് ആയിട്ട് പറഞ്ഞാലേ എനിക്ക് മനസ്സിലാവുള്ളൂ. ഇവിടുന്ന് ഇനി ഉടുപ്പിയിലേക്ക് ഇനി 9 കിലോമീറ്ററാണ് ഉള്ളത്. ഇനി അടുത്തേക്ക് പോകണമെന്ന് നോക്കണം. നമ്മൾ ഉടുപ്പി കവർ ചെയ്തു. ഞാനിപ്പം പ്ലാൻ ചെയ്യുന്നത് ഗോകർണ വഴി ഗോവയിലേക്ക് പിടിക്കാമെന്നാണ്. അതിനുശേഷം അടുത്ത സ്ഥലം അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് ഉള്ളത്. ഇപ്പോൾ ചിലപ്പോൾ മാറ്റങ്ങൾ വരാം, വണ്ടി കിട്ടുന്ന പോലെ ചിലപ്പോൾ മാറ്റങ്ങൾ വരാം. എനിക്ക് ഡയറക്റ്റ് ഇപ്പം ഡൽഹി വണ്ടിയൊക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ അതിലേക്ക് കയറി പോകും. അപ്പോൾ നോക്കാം എന്നാ സംഭവിക്കാമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. നിശ്ചയിക്കുകയും ജേണീൻ്റെ മെയിൻ ഒരു ടിപ്പാണ്, നിങ്ങൾ കറക്റ്റ് ഒരു പ്ലാൻ ഇട്ട് പോറ്. പ്ലാൻ പലപ്പോഴായിട്ട് ചേഞ്ച് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ നിശ്ചയിക്ക് ചെയ്യുന്നൊരു ജേണി ഒരു അഡിക്ഷനാണ്. അങ്ങനെ ഒരുപാട് പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യുന്നു. ഓരോ ദിവസം എന്ത് സംഭവിക്കുന്നത് നമുക്ക് അറിഞ്ഞൂടാ. ഒരു അഡ്വഞ്ചറസ് ലൈഫാണ്. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്. അടിപൊളിയാണ്. ഇത് എങ്ങനെ പറഞ്ഞു തരണം എന്നറിയില്ല. ഇത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മളൊരു ബ്രിഡ്ജ് ക്രോസ് ചെയ്യുന്നതാണ്. നല്ല സൗകര്യം കിട്ടും ഇവിടെ. നമുക്ക് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാം. എന്തായാലും ഉടുപ്പി ടൗണൊന്നും ടച്ച് ചെയ്യുന്നില്ല. ഞാൻ ഹൈവേ തന്നെയാണ് ഉള്ളത്. കുറച്ചും കൂടി ദൂരം ഒരു 40 കിലോമീറ്ററും കൂടി മുന്നോട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഈ വണ്ടി തന്നെ പോവാണ്. ഇവിടുന്ന് ഇപ്പം ഗോകർണയിലേക്ക് ഏകദേശം ഒരു 136 കിലോമീറ്റർ വരുന്നുണ്ട്. നമ്മുടെ രണ്ടാമത്തെ ടോൾ ഗേറ്റാണ്. ജസ്റ്റ് ടോയ്ലറ്റ് പോയിക്കാം. ഇതിന് നേരെ ബാക്കിൽ ടോളാണ്, നമ്മുടെ 3ാമത്തെ ടോള്. ഇത് ഒരുപാട് കിലോമീറ്റർ, ഇപ്പം എത്ര കിലോമീറ്റർ വന്നു എന്നോട്. ഞങ്ങൾ നല്ല കന്നഡ പാട്ടും വെച്ചിട്ട് ആസ്വദിച്ച് രണ്ടാളിങ്ങനെ എൻജോയ് ചെയ്തിട്ട് ഇങ്ങനെ വരുമായിരുന്നു. നല്ല റോഡാട്ടോ, ഒന്നും പറയാനില്ല. റോഡ് എന്ന് വെച്ചാൽ നല്ല പളുങ്ക് പോലത്തെ റോഡ്. ലോറിയിൽ നമ്മൾ ഇതുവരെ ട്രാവൽ ചെയ്ത്. ഇപ്പം ഇത് കാലിയാണ്. ഇത് ലോഡെല്ലാം ഇറക്കിയിട്ട് വരുത്താം. ഈ ഒരു ചായ ബ്രേക്കാണ്. ഭയ്യ അങ്ങോട്ട് നടന്നു പോയിട്ടുണ്ട്. നല്ലപോലെ ചെറുതായി. നമ്മൾ ഒരു വില്ലേജ് ഏരിയയിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ. തനി നാട്ടുമ്പുറം. അപ്പോൾ ശരിക്കും എനിക്ക് ഫീൽ ചെയ്യുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ കേരളം എങ്ങനെയായിരുന്നു അതേ അവസ്ഥ. വല്ലാത്തൊരു നൊസ്റ്റാളജി. ഫൈനലി നമ്മൾ ഗോകർണ എത്തിയിട്ടുണ്ട്. സൺസെറ്റാണ്, അതിൻ്റെ ഒരു ഇതുകൊണ്ട് വേറെ ലെവൽ.
क्या अच्छा लगा, फिर मिलेगा. ഇവിടുന്ന് ഏകദേശം 58 കിലോമീറ്റർ ഉണ്ട് ഗോവയിലേക്ക്. ഇപ്പം തന്നെ എത്താൻ പറ്റുമോ നോക്കാം, ജസ്റ്റ് ഫോർ വീഡിയോ. നല്ല വ്യൂ ആട്ടോ, മൗണ്ടൻസ് എല്ലാം. चाय पीते क्या? चाय पीते क्या? कोल्ड ड्रिंक, चाय, पानी, कौन सा भी? हाँ, दूर दूर 1 किलोमीटर आता है, 2 किलोमीटर आता है. 2 किलोमीटर. हाँ, ये कारवार से. ഫസ്റ്റ് ടൈമാണ് ബൈക്കിൽ. ഫസ്റ്റ് ടൈം പിന്നെ ടണൽ ബൈക്ക്. बस स्टैंड है. പിന്നെ ടണൽ ഫസ്റ്റ് ടൈം പിന്നെ ബൈക്ക്. I'm telling that you are so kind and you are giving me food, right? ഇപ്പോൾ എനിക്ക് ഫുഡ് വേണം, കൂൾ ഡ്രിങ്ക് വേണം എന്നൊക്കെ ചോദിച്ചു. നല്ല നല്ല മനുഷ്യനാണ്. എന്തായാലും എനിക്കിത് വേണം, കണ്ടില്ല ശരി, എനിക്ക് വേണ്ട, എന്തായാലും എടുത്തെങ്കിലും ഒപ്പിക്കാത്തേ. बस थैंक्स सो मच. ओके, फिर मिलेगा. ഒരു ആള് സൂപ്പറാണ്, പക്ഷേ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ച്. ये कारवार से जाना. പേരുന്നതിനും ഷംനാസ് നാഗരാജ്. നാഗരാജ് എന്ന ആളാണ് നല്ലപോലെ മലയാളം സംസാരിക്കുന്നുണ്ട്. മലയാളിയില്ല. താങ്ക് യു സോ മച്ച്. ಓಕೆ ಇವಡೆ ಬಸ್ ಸ್ಟ್ಯಾಂಡ್ ಇವಡೆ ಬಸ್ ಸ್ಟ್ಯಾಂಡ್ ಹೌದು. ಬಸ್ಸಲ್ಲಿ ಪೋ ആ ഓക്കെ. ಯಾರು ಕೂಡ ಫೋನ್ ഇല്ല ഇല്ല, മൂപ്പര് ചെറുതായൊരു വെള്ളത്തിലാണ് ഉള്ളത്, അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ ബസ് പോകണ്ടെന്നല്ല പറഞ്ഞത്, ഫുൾ വെള്ളടി കയറാന്നാണ് പറയുന്നത്. നിങ്ങൾ എന്തെങ്കിലും കാണുന്നുണ്ടോ? ഫുൾ ഇരുട, ആരും നിർത്തുന്നില്ലല്ലോ, ഇപ്പം എന്താ ചെയ്യാം. എന്നാലും ഞാനങ്ങ് എത്തും. എനിക്കുള്ള വണ്ടി ഇത്ര വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ശരി ഗായ്സ്, ഇങ്ങനെ നമ്മളിപ്പോൾ ഗോവയിലാണ് ഉള്ളത്. പക്ഷേങ്കിൽ ഒരു പ്രശ്നമുണ്ട്, ഇപ്പോൾ ടെൻ്റ് അടിക്കാൻ 1 ഇഞ്ച് സ്ഥലം ഇവിടെ ഇല്ല. അതുപോലെ നല്ലപോലെ ക്രൗഡഡാണ്. അതുകൊണ്ട് തന്നെ ടെൻ്റ് അടിക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാനിങ്ങനെ കൺഫ്യൂഷനിലാണ് ഉള്ളത്, റൂം എടുക്കണോ വേണ്ടിയോ എന്നുള്ള രീതിയിൽ. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ പാലോലം ബീച്ചിലേക്ക് പോവാണ്. ബീച്ചിലിരുന്ന് ആലോചിക്കാമെന്ന് വിചാരിക്കുന്നു. വാട്ട് യു തിങ്ക് അബൌട്ട് ദാറ്റ്? ഇപ്പം ഞാൻ പാലോലം ബീച്ചിലാണ് ഉള്ളത്, ഗോവയിൽ. അപ്പോൾ രാത്രിയായില്ലേ, ഇപ്പോൾ ഒന്നും കാണിച്ചു തരാനൊന്നും ഇല്ല. അപ്പോൾ നാളെ ഞാൻ വിശദമായിട്ട് ഇവിടുത്തെ മോർണിംഗ് ലൈഫും അതുപോലെ നൈറ്റ് ലൈഫും എല്ലാം കാണിച്ചു തരാം. ഇപ്പോൾ ജസ്റ്റ് നല്ല ടയർഡാണ്, അതുകൊണ്ടാണ്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഈ വീഡിയോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് പറയൂ, എന്നാലേ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. See you in the next video.